ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോവുക. തപസ് കാലത്തിൽ പ്രാർത്ഥനയെ മാറ്റി നിർത്തി എങ്ങനെ അർത്ഥപൂർണമാക്കാനാണ്? എന്നാൽ ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു തലമുറയുണ്ട് എന്നത് വല്ലാതെ വേദനിപ്പിക്കുന്നുമുണ്ട്. ഈശോ തൻ്റെ പരസ്യകാല ജീവിതത്തിന് മുൻപ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ ശുശ്രൂഷകളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ജീവിതത്തിൻ്റെ ഇടവേളകളിലൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇടം കണ്ടെത്തുന്ന ക്രിസ്തുവിനെ എത്ര മനോഹരമായാണ് സുവിശേഷം വരച്ചിടുന്നത്. പ്രാർത്ഥന ജീവിതത്തിന് അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ്. മോശയുടെ പ്രാർത്ഥന അമലേക്യരിൽ നിന്നും ഇസ്രായേലിന് വിജയമാക്കി മാറ്റിയതുപോലെ ജീവിതത്തിൻ്റെ വിജയവഴികളിൽ ജീവിതത്തിൽ പ്രാർത്ഥന അനിവാര്യമാണ്. പഴയ നിയമ ചരിത്രത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന നൽകുന്ന ഒരാത്മീയ പ്രഭയുണ്ട്. മോശയുടെ മുഖവും ദേവാലയത്തിൽ നിന്ന് മടങ്ങുന്ന യൂദത്തിൻ്റെ ജീവിതവും ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലുമൊക്കെ ഈ പ്രാർത്ഥനയുടെ ഒരാത്മീയ പ്രഭ നാം കണ്ടുമുട്ടുന്നു. രൂപാന്തരീകരണ വേളയിൽ ഈശോയുടെ വസ്ത്രവും ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ സാധിക്കാത്തത്ര വിധം വെണ്മയുള്ളതായി എന്ന് വചനം സാക്ഷ്യം നൽകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഹൃദയവും ആത്മാവും പ്രാർത്ഥന കൊണ്ട് വെണ്മയുള്ളതാക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നത് മറന്നു കളയാതിരിക്കാം. ഈശോ തൻ്റെ വ്യക്തിജീവിതത്തിൽ ശിഷ്യന്മാർക്ക് ഒരുപാട് കൃപകൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു, പിശാചുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള അധികാരം നൽകുന്നു, പാപം ക്ഷമിക്കുന്നതിനുള്ള അധികാരം നൽകുന്നു. എന്നാൽ ഈ കൃപകളൊന്നും ശിഷ്യന്മാർ ചോദിച്ചു വാങ്ങിയതല്ല. എന്നാൽ ഈശോയോട് ശിഷ്യന്മാർ ചോദിച്ചു വാങ്ങിയ ഒരു അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ആദ്യം മുഴങ്ങുന്നത് പ്രാർത്ഥന എന്ന പദം തന്നെയാണ്. ഈശോ ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു സ്വാർത്ഥതയുടെ പ്രാർത്ഥനയല്ല. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥമായി മാറുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനകളൊന്നും സ്വാർത്ഥതയിലേക്ക് വഴുതി വീഴേണ്ട യാഥാർത്ഥ്യമല്ല. പിന്നെയോ നിസ്വാർത്ഥമായ പ്രാർത്ഥനകൾ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ മഹാത്മാവായ മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതല്ല പ്രാർത്ഥന, ദൈവത്തിന് വേണ്ടിയുള്ള ആത്മാവിൻ്റെ ദാഹമാണ് പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നാം മുഴങ്ങിക്കേൾക്കുന്നതും ഇതുതന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടിയുള്ള, ദൈവപിതാവിന് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം. ഈ ദാഹത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ പരിപൂർണമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇനിയും വൈകിക്കൂടാ എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ചോദിച്ചു വാങ്ങിയ കൃപ നഷ്ടപ്പെടുത്തിക്കൂടാ. ദൈവത്തോട് ചേർന്ന് നിന്ന്, സഭയോട് ചേർന്ന് നിന്ന്, സഹോദരങ്ങളോട് ചേർന്ന് നിന്ന് നമുക്കും ഉറക്കെ പ്രാർത്ഥിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.